ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷബീബാനെ കാണാനാണ്. ഷബീബാക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഷബീബ മോക്ക് സെറിബൽ പാൾസിയാണ്. അപ്പോൾ അവൾ ജനിച്ച സമയത്ത് കാലിങ്ങനെ മടങ്ങിയിട്ട് നമ്മളൊരു ഇങ്ങനെയായിരുന്നു. അപ്പോൾ അവൾ സർജറി ചെയ്ത് കമ്പിയിട്ട് റെഡിയാക്കിയതാണ്. ഇപ്പോൾ അവൾ സ്റ്റിക്കിൻ്റെ ബലത്തിൽ അവൾ നടക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഓവർ ടെൻഷനും കാര്യമെല്ലാകുമ്പോൾ ഒരു ഷിവറിങ് വരും, ഒരു വിറയൽ ചെറിയ രീതിയിൽ. പിന്നെ പുറത്ത് പോകുമ്പോൾ ഒക്കെ തീർച്ചയായും ഒരു സപ്പോർട്ട് വേണം. കാരണം അഥവാ അങ്ങ് വീഴാൻ ചെയ്താൽ കമ്പി ഇട്ടതാണല്ലോ, അപ്പോൾ ഒരു കമ്പിയിട്ട് കാലിങ്ങനെ നിവർത്തിയതാണ്. അപ്പോൾ വീഴാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ട് പുറത്ത് ഒറ്റയ്ക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് ഓൾ നടക്കുവോളം എല്ലാ കാര്യങ്ങളും ചെയ്യും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അവൾക്ക് പഠന വൈകല്യമുണ്ട്, അതായത് കേട്ടിട്ട് മനസ്സിലാക്കും, അല്ല പിന്നെ എഴുതാനും വായിക്കാനും ഒക്കെ അറിയില്ല. കേട്ടിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്, എഴുതാനും വായിക്കാനും അറിയില്ല. അല്ലാണ്ട് വേറെ പക്വതക്കുറവ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാൽ നമുക്ക് അവരെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ഷബീബാൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഷബീബ നടക്കുന്നത് കണ്ടല്ലോ. നമുക്ക് വീഡിയോൻ്റെ മുമ്പിൽ ഒരു ഫുൾ ലെങ്ത് ആയിട്ട് വീഡിയോൻ്റെ മുമ്പിൽ അവൾ ഇരിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് അവളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെയാണ്. ചെറിയൊരു ഷിവറിങ് ചില സമയത്ത് വരും. കാരണം സർജറി ചെയ്ത് രണ്ട് കാലിനല്ലേ കമ്പി ഇട്ടതാണല്ലോ. അതെ, അപ്പോൾ വടി വേണം നടക്കാൻ. അതെ, പുറത്തിറങ്ങി വണ്ടി കയറണമെങ്കിലൊക്കെ ഒരാളെ സഹായം വേണം. അതെ. പിന്നെ ഒക്കെ എത്ര വയസ്സായി? 26 വയസ്സാണ്. അത് എത്ര വരെയാണ് പഠിച്ചത്? പ്ലസ് ടു വരെയാണ് പഠിച്ചത്. പക്ഷേ എക്സാമൊക്കെ സ്ക്രൈബാണ് എഴുതിയത് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണ് വേണ്ടത് അല്ലേ? നമുക്കതാ താല്പര്യം. അതെ, ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണ്. കാരണം ഇവർക്ക് 3 പെൺകുട്ടികളാണ്. മൂത്ത മോളെ കല്യാണം കഴിഞ്ഞു, ഇനി ഒരാളെ മോള് പഠിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. പിന്നെ ഉള്ളത് ഇവളാണ്. അപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളാകുമ്പോൾ ഇവർക്കും കുറച്ചൊരു സമാധാനമാണല്ലോ. കാരണം ഒരു മോള് ദൂരത്തൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമുണ്ട്. ഏതൊക്കെ ജില്ല പറ്റും? ദൂരം പ്രശ്നമല്ല, നമ്മളെ ദൂരമാണെങ്കിലും ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത് കൊണ്ട് എന്നാലും നമുക്ക് ഒരുപാട് ദൂരം വേണ്ട അല്ലേ, അന്വേഷിക്കാനും കാര്യത്തിനൊക്കെ ഉള്ള. അപ്പോൾ ഞാൻ പറയുന്നത് കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല അല്ലേ, വയനാട് ജില്ല അല്ലേ. വയനാടാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ലയിൽ നോക്കാം. പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഒരുപാട് അങ്ങ് തിരുവനന്തപുരം, കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ അത്ര ദൂരത്ത് വേണ്ട. ഇവർക്ക് ഈ ഒരു സറൗണ്ടിങ്ങിലുള്ളത് മതി എന്നാണ് പറയുന്നത്. ഈ തിരുവനന്തപുരം, കൊല്ലവും ഒക്കെ ഉള്ളവർക്കുള്ള വീഡിയോ നമ്മൾ ഇതിൽ വരും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജില്ലേൻ്റെ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ കൊല്ലത്തും അങ്ങനെയുള്ള ആലോചന വരുമ്പോൾ നിങ്ങളതിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഓരോരുത്തരുടെയും ജില്ലാ അടിസ്ഥാനത്തിലാണ് നമ്മളിതിൽ പറയുക. ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്ന ജില്ലക്കാർ മാത്രം മാക്സിമം വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ഉള്ള ആൾ തന്നെ ആയിരിക്കണം. വരുന്ന ആളെ ഇവർ നോക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ അത് മുതലെടുക്കാനുള്ള ആൾക്കാരും വലിയൊരു പൈസ സ്ത്രീധനം ചോദിക്കുക എന്നൊക്കെ വിചാരിച്ചുള്ളവരും ദയവ് ചെയ്ത് വിളിക്കണ്ട. അതിനൊന്നും നമുക്ക് താല്പര്യമില്ല. നമ്മൾ വീഡിയോ ഇട്ട കുറച്ച് പേരെ അങ്ങനെ സ്ത്രീധനമൊക്കെ ചിലർ ആവശ്യപ്പെട്ടു നോക്കുക. ഇതൊന്നും വിൽപ്പന ചരക്കായിട്ട് വീഡിയോ ഇടുന്നൊന്നുമല്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. അങ്ങനെയുള്ള ആളുകൾ ദയവ് ചെയ്ത് ഭിന്നശേഷി കുട്ടികളെ കല്യാണം കഴിച്ചിട്ട് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാമെന്ന് ആരെയും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നിൽക്കാത്തതായിരിക്കും നല്ലത്. നിങ്ങൾ ഡിഫറെൻറ്റ് ലെവലിൽ മക്കളെ കല്യാണിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ക്ഷമ വേണം. അതിന് ഒരു പരിപൂർണ്ണമായിട്ട് അവരെ കെയർ ചെയ്യുമെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. പിന്നെ മോക്ക് കേട്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലേ? എഴുതാനും വായിക്കാനുമാണ് അറിയാത്തത് അല്ലേ? വായിക്കാനും തന്നെ ചെറുതൊക്കെ വായിക്കും, മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. വേറെ പിന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല? ടാബ്ലറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സ്ഥിരമായിട്ട് ഗുളിക കാര്യങ്ങളൊന്നും കുടിക്കാനില്ല അല്ലേ? അതെ. പിന്നെ പോവും 2 വർഷം കൂടുമ്പോൾ. വീട്ടിലെ കാര്യങ്ങളൊക്കെ മോള് ചെയ്യുമോ? വീട്ടില് പുറത്തിറങ്ങി മുറ്റടിക്കാനൊന്നും കഴിയില്ല. അകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കുക്കിംഗ് ഒക്കെ ചെയ്യുമോ? ഇതൊക്കെ ചെയ്യും അല്ലേ? അത് ശരി. അപ്പോൾ പറയത്തക്ക വിഷയങ്ങളൊന്നും ഇല്ല. ഓക്കെ, നടക്കുമ്പോഴുള്ള ഒരു സപ്പോർട്ട് വേണമെന്നുള്ളതാണ് മെയിനായിട്ട് കേട്ടോ. ഇപ്പോൾ ഓളെല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അവർ വീഴാതെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, കാലിന് 2 കമ്പിയിട്ട് നിവർത്തിയതാണ് കാല്. ഈ വളഞ്ഞു നിന്ന കാല് നിവർത്തി ഓള് സ്ട്രെയിറ്റ് ആയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മനസ്സിലാക്കണം വരുന്ന ആൾ കേട്ടോ. ഉപ്പ ഗൾഫിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ നമ്പറല്ല കൊടുക്കുക, മെയിൽ ID ആണ് കൊടുക്കുക. അപ്പോൾ ആ മെയിൽ ID യിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു
ID പ്രൂഫ് എന്തെങ്കിലും ഒന്ന് അയക്കണം. കാരണം ഒരുപാട് ഫേക്ക് ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ID പ്രൂഫ് എന്തെങ്കിലും അയക്കുക. അതിൻ്റെ താഴത്ത് നിങ്ങളുടെ ഒരു ഫുൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയക്കുക, നമ്പറും അയക്കുക, കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഫുൾ പ്രൊഫൈൽ കാര്യമൊക്കെ അയക്കുക. എന്നിട്ട് ഇവർ നോക്കിയിട്ട് ഇവരെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു തിരിച്ച് വിളിച്ചോളൂ. ഇതൊരു നെഗറ്റീവായിട്ട് ആരും എടുക്കരുത്. ഒരുപാട് നല്ല ആളുകൾ നമ്മളെ വീഡിയോ കാണുകയും അതിലുള്ള കുട്ടികളെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ആൾക്കാരുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഒരിക്കലൊരു ഇതൊരു വിഷമം വിചാരിക്കരുത്. കുറച്ച് ഫേക്ക് ഉടായ്പകൾ ഇതിൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നത്. ഒരു വൈദ്യനെല്ലാം വന്നിട്ട് ഏതൊരു ഗോപാലൻ വൈദ്യൻ എന്നിട്ട് മറ്റൊരു ഫേക്ക് അങ്ങായിയൊക്കെ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ വീഡിയോ എടുക്കുമ്പോൾ ഒലിക്ക് ചികിത്സ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുകയും അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അനാവശ്യ കോളുകളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണിത്. നിങ്ങൾ ആരെങ്കിലും അനാവശ്യമായിട്ട് മെയിൽ ID ചെക്ക് ചെയ്യുക, പരിപൂർണമായിട്ട് പിന്നെ മനസ്സിലാക്കിയാൽ ആണുങ്ങളെ ഫോണിൽ നിന്ന് വിളിപ്പിച്ചാൽ മതി കേട്ടോ. നിങ്ങളെ പേഴ്സണൽ നമ്പറൊന്നും വിളിക്കണ്ട. ആണുങ്ങളെ കൊണ്ട് ഈ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഒന്ന് വിളിച്ച് നോക്കി നമുക്ക് മെയിൽ വന്നെയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണുങ്ങളെ കൊണ്ട് വിളിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു 30 എത്ര വയസ്സ് വരെ നോക്കാം? 30-35 വയസ്സ്. 35ൻ്റെ ഒക്കെ ഉള്ളിൽ അല്ലേ ഷബീബ? ഒരു 32 അങ്ങനെ നാലൊന്നും കുഴപ്പമില്ല. ഓക്കെ, 26 വയസ്സാണ്. അത് ഒരു 5-6 വയസ്സ് വ്യത്യാസത്തിലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. മാക്സിമം 35ൻ്റെ ഉള്ളിൽ ഉള്ള ഒരാൾ തന്നെ ആവട്ടെ. പിന്നെ ബാക്കിയുള്ള പോലെ എഡ്യൂക്കേഷനോ കാര്യങ്ങളൊന്നും വിഷയമല്ല. ഒരു ജോലി വേണമെന്നുള്ളതാണ്. ജോലിക്ക് പോയാൽ നോക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇടയ്ക്കെല്ലാം ചെക്കപ്പിന് പോകണം എന്നുള്ള, അല്ലാണ്ട് വേറെ ടാബ്ലറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും അതുമില്ല. അത്രയൊക്കെ എന്താ ഉള്ളൂ അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. ഒരു മാക്സിമം 35ൻ്റെ ഉള്ളിലുള്ള ഒരാൾ വരട്ടെ. പിന്നെ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം. പല ആൾക്കാരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നല്ലപോലെ അന്വേഷിക്കുക കേട്ടോ. ഓക്കെ, അത് നമുക്ക് പറയാം. നമ്മളൊരു ഉത്തരവാദിത്തമായിട്ട് പറയുന്നതാണ്. അനാവശ്യമായിട്ട് ആരും മെയിൽ അയക്കാൻ നിൽക്കരുത്. മെയിൽ എന്നുള്ള സിസ്റ്റം നമ്മൾ വരുത്തി തന്നെ ജെനുവിൻ ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലും ഇടങ്ങാറാക്കരുത്. ഓക്കെ, പിന്നെ കുഴപ്പമില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഇവർ ചൂസ് ചെയ്തിട്ടാണല്ലോ വിളിക്കുക, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ അവൾ മുഴുനീള അവൾക്ക് വീഡിയോയിൽ ഇരിക്കാൻ അത്ര ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവൾ നടക്കുന്നത് മാത്രം ചെറിയ ഷോർട്ടായിട്ട് നമ്മളിതിൽ കാണിക്കുന്നത്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ അയക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വിളിക്കും ഫോട്ടോ കാര്യങ്ങളിൽ അയച്ചു തരികയൊക്കെ ചെയ്യും. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ.